സജിയേ എവിടാ? സജിയേ എവിടാടാ? സജിയേ പൊട്ടാ കിടന്ന് പാട്ട് പാടാ, കാര്യം പറടാ. സജി, എന്റെ കുടുംബം തകരൂടാ, എന്നെ സഹായിക്കണ നീ. എന്താടാ? എടാ, ഞാൻ എന്റെ പുതിയൊരു ലൈൻ്റെ കാര്യം നിനക്ക് പറഞ്ഞില്ലായിരുന്നാ? അവർക്ക് ഞാൻ എന്നൊരു ഫോട്ടോ അയച്ചു കൊടുത്ത്, അത് ഇവിടെ പിടിച്ച് ഇവിടെ പൊക്കി. അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞേ, ഞാനൊരു ഡോക്ടറിന് അയച്ചു കൊടുത്താണ്, എനിക്കൊരു അസുഖമുണ്ട്. അപ്പൊ ആ ഡോക്ടർ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് എന്താ അസുഖം എന്ന് പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡോക്ടറിന് അയച്ചു കൊടുത്താണ് ആ ഫോട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം, നീ ഡോക്ടറായിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ഇവിടെ പോടാ, ഇവിടുന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ അവള് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? എടാ ഇല്ലടാ, നീ പറഞ്ഞു, നീ നിനക്കേ പറ്റുള്ളൂ, നിനക്കല്ലേ ഈ അഭിനയമൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ ആകെ തകർന്നു, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും വേർപിരിയൂടാ. എന്നെ അവൾക്ക് അറിയത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണോ? എടാ നിന്നല്ലേ അവൾക്ക് അറിയാത്തുള്ളൂ, ബാക്കി എന്റെ എല്ലാ കൂട്ടുകാരും അവൾക്ക് അറിയാം. എടാ എന്തെന്നറിയാം, ഞാൻ ഫ്രാൻസിസ് അച്ചാന്റെ വീട്ടിൽ പ്ലംബിങ്ങിന്റെ പണിക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എടാ നീ ഇന്നത്തെ പണിയുടെ പൈസ ഞാൻ തരാടാ സജി, നീ എന്നെ സഹായിക്കടാ. ഞാൻ ആകെ തകർന്നു കൂടാ. ഞാൻ വരാൻ വെച്ചോ. എടാ പറഞ്ഞേടാ. ഓക്കെ വരാടാ. പറഞ്ഞേ. എടി എടി മൈഥിലി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടി നിസ്സാര കാര്യത്തിന് നീ ബാഗും തൂക്കി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? ആരിറങ്ങിപ്പോണ്? നീ നിങ്ങളുടെ സാധനങ്ങളത്, നിങ്ങൾ ഇറങ്ങിപ്പോണം. ഇത് എന്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്ന വീട്, അറിയാവോ? നിങ്ങളാ എന്നോട് എന്താടി സഹിക്കണില്ല സങ്കടം. എടി നീ വിതുമ്പ്, അല്ലെങ്കിൽ നീ ഒന്ന് പൊട്ടിക്കറിയടി, നീ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. പൊട്ടിക്കറ നീ. നിങ്ങൾ തെറ്റ് കളിച്ചിട്ടാ ഞാൻ കരയണത്. നിങ്ങൾ എന്തിനാ കരയണത്? ആരാണ് ചിരിക്കാതിരിക്കുന്നത്? നീ ഒന്ന് മനസ്സിലാക്ക്, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ മനസ്സിലാക്കി ഞാൻ. സത്യം പറ, ഏതാ പുതിയ കണക്ഷൻ? ഐഡിയ. ആ ഐഡിയയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ആ ഐഡിയയിലൂടെ കണ്ടെത്തിയ പുതിയ പെണ്ണ് അത് ഏതാണ്? എന്റെ പൊന്നു മൈഥിലി, ഞാൻ പറയുന്നു നീ കേക്ക്. സത്യമാണ്, ഞാനതൊരു ഡോക്ടർക്ക് അയച്ചു കൊടുത്താടിയ ഫോട്ടോ. ഒരു ഡോക്ടർക്കും ഇല്ല. സത്യം പറഞ്ഞ ഞാനിത് അറിഞ്ഞപ്പം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടതാ. പിന്നെ ഞാൻ ഈ കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആയി പോയില്ലേ, ഞാൻ എടുത്ത് തലയിൽ വെച്ച് പോയില്ലേ. അത് എന്ത് കുടുംബശ്രീയുടെ പ്രസിഡന്റാ? അല്ല, നിങ്ങളെടുത്ത് തലയിൽ വെച്ചില്ലേ, അത് കൊണ്ടായിരിക്കണം ഇറങ്ങി പോവാൻ പറ്റാത്ത, അറിയാവോ? ഒരു പണിയായി, നിനക്ക് എന്നെ അത്ര വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്നെ ഈ വീടിനകത്തിട്ട് ചുട്ട് കരിക്കി. അയ്യടാ, എന്നിട്ട് വേണം വീടും കത്തിച്ച് കിഴങ്ങിനെയും ചുട്ടെന്ന് പറഞ്ഞോണ്ട് നടക്കാൻ. ആവശ്യമില്ലാത്ത പറയരുത്. ഈ നാട്ടിൽ എനിക്ക് ഒരു നിലയും വിലയ്ക്കുള്ള അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഈ വീട്ടിൽ, ഈ നാട്ടിൽ ഏത് വീട്ടിൽ ഞാൻ ചെന്നാലും, ഏത് രാത്രി ഞാൻ ചെന്നാലും എനിക്ക് മുറ്റത്തൊരു കസേര ഇട്ട് തരും. അതിനറിയാവോ? ആ വീട്ടിൽ കയറ്റം കൊള്ളാത്തോണ്ട് അതുകൊണ്ടാ മുറ്റത്ത് കസേര ഇട്ടായിരുന്നത്, അറിയാവോ? എടേ അതുകൊണ്ടല്ലെന്ന്, എനിക്ക് ഈ നാട്ടിലൊരു നിലയുണ്ട്, വിലയുണ്ട്. ആ എന്നെ നീ ഡബിട്ടടിക്കരുത്. എന്തോന്ന് ഡബിട്ടടിക്കരുത്? ഡബിട്ട് എന്ന് വെച്ചാ സംശയം. അതായിരുന്നാ അത് ഡൗട്ട്. എനിക്കൊന്നും അറിയണ്ട. സത്യം പറഞ്ഞോ, എന്നോട് സത്യം പറഞ്ഞോ. നിങ്ങൾ ഏത് പെണ്ണിനാ ആ വൃത്തികെട്ട പടം അയച്ചു കൊടുത്തത്? നീ ഇവിടെ തിരിഞ്ഞു നിന്നേ, ഞാൻ നിന്നോട് സത്യം പറയട്ടെ. നീ കരയുവോ? ഇല്ല. പ്രയാസപ്പെടുവോ? പറ, കാര്യം പറ. നിന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സത്യമാണ് ഞാനിപ്പോ പറയാൻ പോണത്. അതുകൊണ്ടാ. എനിക്ക് പറ, കാര്യം പറ. എനിക്കൊരു അസുഖമുണ്ട്. ആ അസുഖം എനിക്ക് ഹോസ്പിറ്റലിൽ പോയി പരിശോധിക്കാൻ പറ്റത്തില്ല, നാണക്കേടാ.